പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 15-ാം വാക്യം. എല്ലാ യഹൂദരും സത്യം നിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്തു, പൂർണ്ണ താല്പര്യത്തോടുകൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. ഈ നല്ല തിരുവഴുത്തിലെ വാക്യത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. യഹൂദ രാജാവായ ആസയുടെ കാലത്ത് ഇസ്രായേൽ ജനം ഒരുമിച്ച് അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു. യഹോവയോട് സത്യം ചെയ്തത് കൊണ്ട് അവർ സന്തോഷിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ടും അവർ ദൈവത്തെ കണ്ടെത്തി. ദൈവത്തെ കണ്ടെത്തിയത് കൊണ്ട് അവർക്ക് ചുറ്റും ദൈവം വിശ്രാമം നൽകുകയും ചെയ്തു. എത്ര അനുഗ്രഹീതമായൊരു സംഭവമാണ് ഇവിടെ സംഭവിച്ചത്. ദൈവത്തെ വിട്ട് ദൈവ വഴികളൊക്കെ വിട്ട് നടന്ന ജനം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ച രാജാവായ ആസയുടെ നേതൃത്വത്തിൽ ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നു. ദൈവത്തോട് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തെന്ന് മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ താല്പര്യത്തോടെ ആരുടെയും നിർബന്ധം കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ കണ്ടെത്തി. ദൈവം അവർക്ക് വെളിപ്പെട്ടു. ദൈവം അവർക്ക് ചുറ്റും സ്വസ്ഥത നൽകി, വിശ്രമം നൽകി. ദൈവത്തെ കണ്ടെത്താനുള്ള മാർഗം ഇതാണ്. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാനുള്ള മാർഗവും ഇതുതന്നെയാണ്. ദൈവവുമായി ഉടമ്പടി ചെയ്യുക, അത് പൂർണ്ണ താല്പര്യത്തോടെ പാലിക്കുക. തീർച്ചയായും ദൈവം തൻ്റെ ജനത്തിന് വെളിപ്പെടും. അവരുടെ വിഷയത്തിൽ ഇറങ്ങി വരും. അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളെ ഒതുക്കി അവർക്ക് സ്വസ്ഥതയും സമാധാനവും വിശ്രമവും നൽകി അവരെ സഹായിക്കും. ആസയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏതൊൽ കാലഘട്ടത്തിലും ദൈവവുമായി സഖ്യത ചെയ്യുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന തൻ്റെ വൃതന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സദാ ജാഗ്രതയുള്ള ഒരു ദൈവത്തെയാകുന്നു നാം കാണുന്നത്. പ്രിയരെ, ദൈവത്തെ അന്വേഷിച്ചവരെല്ലാം ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ദൈവത്തെ കണ്ടെത്തുന്ന തൻ്റെ ജനത്തിന് ചുറ്റും വിശ്രമം നൽകാൻ, സ്വസ്ഥത നൽകാൻ, സമാധാനം നൽകിയവരെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധികളാണോ, ഭാരങ്ങളാണോ, അതെല്ലാം ഒഴിഞ്ഞ് ഒരു സ്വസ്ഥതയും സമാധാനതയും ആഗ്രഹിക്കുന്നു. ദൈവവുമായി പൂർണ്ണ താല്പര്യത്തോടെ വളരെ സന്തോഷത്തോടെ ഉടമ്പടി ചെയ്യുക. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക. അതാകുന്നു മാർഗം. തീർച്ചയായും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. തൻ്റെ സമാധാനവും സ്വസ്ഥതയും നൽകി സഹായിക്കുകയും ചെയ്യും.
സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആസയുടെ കാലഘട്ടത്തെ യഹൂദർ അങ്ങയോട് സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോട് അന്വേഷിച്ചതുകൊണ്ട് അങ്ങയെ കണ്ടെത്തുകയും അങ്ങ് അവർക്ക് ചുറ്റും സ്വസ്ഥ നൽകുകയും ചെയ്തതുപോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ ജനം അത് അനുഭവിപ്പാൻ കൃപ ചെയ്യണമേ. അങ്ങയുടെ സഹിതം തരുന്ന ശുഭത നിന്റെ ജനത്തിന് ഇന്ന് പകൽ ശക്തിയും സന്തോഷവും സമാധാനവുമായിരിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.